ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലത്ത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും. ഇത് ഇനി കേരളത്തിൽ എങ്ങനെ മഴ ലഭിക്കുന്നു നോക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മെയ് അവസാനം ജൂൺ തുടക്കം കേരളത്തിന്റെ തീരത്ത്, ഇന്ത്യയിൽ ആദ്യം എത്തുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിനെ മൺസൂണിന്റെ കവാടം എന്ന് വിളിക്കുന്നുണ്ട്. കടൽക്കാറ്റ്, അറബിക്കടലിൽ നിന്നുള്ള ചൂടുള്ള ഈർപ്പമുള്ള കാറ്റ് ഇത് വീശി കേരളത്തിന്റെ തീരത്തേക്ക് വരുന്നു. ഈ കാറ്റിൽ ധാരാളം ജലബാഷ്പം ഉണ്ടാകും. ഇത് പ്രധാന കാരണമാണ്. ഈ ജലബാഷ്പമാണ് നീരാവിയായി മാറുന്നത്. ഇനിയാണ് പ്രധാന റോള് നമ്മുടെ ഈ ഒരു മൗണ്ടൻ, അതായത് കുന്നിനുള്ളത്, അതായത് പശ്ചിമഘട്ടത്തിനുള്ളത്. പശ്ചിമഘട്ടം തടയുന്ന ഈർപ്പമുള്ള കാറ്റ് പടിഞ്ഞാറ് നിന്ന് വരുമ്പോൾ പശ്ചിമഘട്ട മലനിരകൾ തട്ടി മുകളിലേക്ക് ഉയരുന്നു. ഇതിനെ ഓറോഗ്രാഫിക് മഴ എന്ന് വിളിക്കാം. മുകളിലേക്ക് ഉയരുന്ന ഈർപ്പവായു തണുത്ത് ഘനീഭവിക്കുന്നു. അത് മേഘങ്ങളായി രൂപപ്പെട്ട് കനത്ത മഴ പെയ്യുന്നു. ഇതിനെയാണ് മലമഴ എന്ന് പറയുന്നത്. കേരളത്തിൽ കൂടുതൽ മഴ കിട്ടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പശ്ചിമഘട്ടം തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം. പശ്ചിമഘട്ട മലനിരകളെ കാറ്റിനെ തടയുന്നതിനാൽ കേരളത്തിൽ പടിഞ്ഞാറൻ ചരിവുകളിൽ ഏകദേശം 300 സെൻറ്റിമീറ്റർ മഴ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു മഴ കേരളത്തിന് ലഭിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? കേരളം ഒരു തീരദേശ സംസ്ഥാനമായതുകൊണ്ടാണ് എന്ന് വിചാരിക്കും. നിങ്ങൾ വിചാരിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ തീരദേശം ഉണ്ടോ ഇല്ല എന്ന്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ തീരദേശം ഉണ്ടെങ്കിലും ഇതുപോലെ ഒരു പശ്ചിമഘട്ടം ഇല്ല. അതായത് പശ്ചിമഘട്ടം ഇല്ല. നമ്മുടെ കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്തിൻ്റെ ചെറിയ ഭാഗം, ഇത്രയും ഭാഗത്ത് നമുക്ക് ഈ ഒരു മൺസൂൺ കാലവർഷം ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസത്തെ മൺസൂൺ ശാഖ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടലിലെ ശാഖയാണ്. ആദ്യം അറബിക്കടലിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് അത് എങ്ങനെയാ ഉരുത്തിരിഞ്ഞ് നമ്മളെ കേരളത്തിലേക്ക്, അതായത് നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്നു. ഈ മൺസൂണിന്റെ കാലാവധി 4 മാസമാണ്. അതായത് ജൂൺ തൊട്ടിട്ട് സെപ്റ്റംബർ വരെയാണ്. ജൂൺ 1 മുതൽ തുടങ്ങും, ഏകദേശം സെപ്റ്റംബർ അവസാനം വരെ നമുക്ക് ഈ ഒരു ശക്തമായ മഴ കേരളത്തിൽ ലഭിക്കുന്നു. ഇനി ഈ പശ്ചിമഘട്ടത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ പശ്ചിമഘട്ടത്തിനെ കുറിച്ച് പൊതുവായ വിവരങ്ങൾ എങ്ങനെയാണ്? പശ്ചിമഘട്ടം അഥവാ സഹ്യപർവ്വതം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തോട് ചേർന്നുള്ള മലനിരകളാണ് പശ്ചിമഘട്ടം. ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നു. ഏകദേശം 1600 കിലോമീറ്റർ ആണ് ഈ ഒരു പശ്ചിമഘട്ടത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത് നോക്കുകയാണെങ്കിൽ കേരളമായുള്ള ഇതിന്റെ ബന്ധം നോക്കാം. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തി മുഴുവനും പശ്ചിമഘട്ടം തന്നെയാണ്. അതായത് സംസ്ഥാനത്തിന്റെ നീളത്തിൽ 3/4 ഭാഗവും മലനിരകളാണ്. ഇനി ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉയരം ഏകദേശം 900 മുതൽ 1500 മീറ്റർ വരെയാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പശ്ചിമഘട്ടത്തിലാണ്. അതിന്റെ പേര് ആനമുടി എന്നാണ്. നമുക്കറിയാം, ചെറിയ ക്ലാസ്സിലൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇവിടെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടാണ്. അതായത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിലുള്ള സ്ഥലമാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള 8 സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആനമുടി. ഇനി ഈ പശ്ചിമഘട്ടത്തിലെ നദികളുടെ ഉറവിടം. പശ്ചിമഘട്ടത്തിൽ ഒരുപാട് നദികൾ, അതായത് പശ്ചിമഘട്ടത്തിൽ ഈ മഴ ലഭിക്കുന്നതോടെ തന്നെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് പെരിയാറ്, 2 ഭാരതപ്പുഴ, ചാലിയാറ്, കബനി എന്നിവ ഇതിൽ പ്രധാന നദികളാണ്. ഇനി ഇതിന്റെ പ്രാധാന്യം എന്താ നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് കാറ്റിനെ തടഞ്ഞു നിർത്തി ഈ ഒരു മഴ ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു പശ്ചിമഘട്ടം അതിന്റെ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മഴ മതിൽ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ ഒരു മഴ ലഭിക്കാനായിട്ട് ഈ ഒരു പശ്ചിമഘട്ടം ഈ നേരെ പോയി വീശുന്ന കാറ്റ് മുകളിലേക്ക് ഉയർത്തി മേഘങ്ങളായിട്ട് ആ മേഘം നീങ്ങി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോയിട്ട് അവിടെയും മഴ ലഭിക്കാനായിട്ടില്ല. ഈ ഒരു പശ്ചിമഘട്ടത്തിന്റെ പണി തന്നെയാണ്. നമുക്ക് ഈ പശ്ചിമഘട്ടം ഇല്ലായിരുന്നെങ്കിൽ നമ്മളും ഒരു മഴ, അതായത് മേഘങ്ങൾ നീങ്ങി പോയി നമുക്ക് മഴ ലഭിക്കാത്ത ഒരവസ്ഥ. അതായത് പശ്ചിമഘട്ടം നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ പ്രധാന സസ്യ ജന്തു ലോകം, അതായത് ഈ പശ്ചിമഘട്ടത്തിൽ, അതായത് നീലഗിരി, താറ്, സിംഹവാലം, കുരങ്ങ്, നീലക്കുറിഞ്ഞി പോലുള്ള അപൂർവ സസ്യങ്ങളും ജീവികളും ഈ ഒരു പശ്ചിമഘട്ടത്തിന്റെ പ്രധാന വാസസ്ഥലമാണ്. ഇനി ഈ മലനിരകളിലെ സമ്പദ് വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ തേയില, കാപ്പി, ഏലം, കുരുമുളക് എന്നിവയ്ക്കൊക്കെ
അനുയോജ്യമായ ഒരു കാലാവസ്ഥ ഈ ഒരു പശ്ചിമഘട്ടം നൽകുന്നുണ്ട്. ഈ പശ്ചിമഘട്ടത്തിന് ഒരുപാട് പേരുകൾ, അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സഹ്യാദ്രി, അതുപോലെ തന്നെ സഹ്യപർവ്വതം. ചുരുക്കത്തിൽ പശ്ചിമഘട്ടം കേരളത്തിന്റെ എല്ലാ കാലാവസ്ഥ, അതായത് കേരളത്തിന്റെ കാലാവസ്ഥ, നദികൾ, കൃഷി എന്നിവയുടെ നട്ടെല്ലാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടം. നമ്മുടെ സഹ്യപർവ്വതം എന്ന് പറയുന്നത്, സഹ്യപർവ്വതം നമ്മുടെ ഈ ഒരു കണ്ണൂർ മൗണ്ടൻ തന്നെ ഈ പേര് വരാൻ കാരണം ഈ മല നമ്മുടെ ഈ പശ്ചിമഘട്ടം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ചും അതുപോലെ തന്നെ സഹ്യപർവ്വതത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിവുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റായി രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവരിൽ കൂടി എത്തട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.